വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള കൃഷ്ണനാരി മാഷിനെ പോലെ എനിക്കടുപ്പമുള്ള ആളുകളെ, ഞാൻ വൈകി വന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാനൊരു കോടതിക്കകത്ത് വിട്ടുപോയി എന്നുള്ളതാണ് സത്യം. നമ്മുടെ തിരുവനന്തപുരം ലോക്സഭ തെരഞ്ഞെടുപ്പ് വേളയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ട് കിട്ടാൻ വേണ്ടി പണം വാങ്ങിച്ചു എന്ന് ഡോക്ടർ ശശി തരൂർ നമ്മുടെ ചാനലിലൂടെ ഒരു ആരോപണം നടത്തിയിരുന്നു. അതൊരു മാനനഷ്ട കേസായി ഡൽഹിയിൽ. അപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒരു സാക്ഷിയായിട്ട് ഞാനും എൻ്റെ എഡിറ്ററും കൂടെ ഇന്ന് ഹാജരായതാണ്. പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഒരുപാട് വൈകിപ്പോയി. എൻ്റെ ഒരു അഭിഭാഷകൻ പറഞ്ഞു, താങ്കൾക്കൊരു 15 മിനിറ്റ് കൊണ്ട് പോകാമെന്ന് പറഞ്ഞത് 4 മണിക്കൂർ കടന്നുപോയി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നതല്ല. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഇപ്പം വാർത്താ ചാനലിൻ്റെ തലപ്പത്തിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ ചേർത്ത് 56 കേസുണ്ട്. മരിച്ചാലും തീരത്തില്ല, അത്രയധികം കേസുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ശീലമാക്കിക്കൊണ്ട് വരികയാണ് ഞാൻ. കേസുകൾ പറയുക, ചിലപ്പോൾ കേസിൽ പ്രതിയാകുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എൻ്റെ ഭാര്യ ഇന്ന് ഇത്രയും മണിക്കൂർ കോടതി വരാതെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് പറയണം, ഇത് ഓരോ വാർത്തയൊക്കെ നോക്കി കൊടുക്കണം, വെറുതെ കേസ് വലിച്ചു വഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും ഈ 56 കേസുണ്ടല്ലോ, അതുകൊണ്ട് ഇനി കുറച്ചിട്ട് കാര്യമില്ല, 100 തികച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് വന്നെങ്കിൽ ക്ഷമിക്കുക. ഇന്ന് ശരിക്കും ഇവിടെ ഒരു കോളേജിലൊരു കോളേജ് ദിനാഘോഷവും ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. എനിക്ക് എത്താൻ പറ്റുന്നതിൽ മനസ്സിലായപ്പോൾ ഞാൻ അവിടുന്ന് ഹാഷ്മി പാഴ്സലിൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്തായാലും ആ കോളേജുകാർക്ക് ബുദ്ധിമുട്ടില്ലാതാക്കി. പിന്നെ സദാനന്ദൻ്റെ ഊഴമായിരുന്നു. അതുകൊണ്ട് സദാനന്ദൻ്റെ ഈ പരിപാടിക്ക് എങ്ങനെയായാലും എത്തണം. നമ്മുടെ വേദിയിലുള്ളവരൊക്കെ തന്നെ കാവുമ്പായി മാഷ് ഉൾപ്പെടെ എല്ലാവരും കാര്യമായിട്ട് പ്രസംഗിച്ചത് നീട്ടിക്കൊണ്ട് പോകണമെന്ന് മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാവരും നന്നായിട്ട് പ്രസംഗിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സദാനന്ദൻ ഇങ്ങനെ ഒരു എഴുത്തുകാരനാണ് എന്ന് ഞാൻ വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. കുറച്ചു പേർക്കെങ്കിലും അറിയാം, ഞാൻ ഈ കേളർമ കോളേജിലെ മാഷായിരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സദാനന്ദൻ. കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു സദാനന്ദൻ. കോളേജൊക്കെ വിട്ട് വേറെ വഴിയിലൊക്കെ ഞാൻ ആയിപ്പോയതിനു ശേഷം പല വിദ്യാർത്ഥികളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ പേരിലും ഒക്കെ അറിയാം, ചിലർ നേതാക്കന്മാരായി, അവരെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പക്ഷേ സദാനന്ദൻ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ, ഈ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായതിനു ശേഷം മരിച്ചുപോയ എൻ്റെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിപ്പിക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ തന്തയ്ക്ക് വിളിക്കും ആൾക്കാർ. ഓരോ ദിവസവും ചിലപ്പോൾ അച്ഛൻ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും ടെലിവിഷനിൽ വരികയോ ഒരു ടെലിവിഷൻ ചാനലിലെയോ കാണാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു പിതാവ് ടെലിവിഷൻ്റെ അക്രമം കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ആഴ്ചകളും ഇങ്ങനെ തെറി കേൾക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്നെക്കുറിച്ച് പറയുന്ന തെറികളെല്ലാം കേട്ട് ഒരു ദിവസം സാധാരണ രാത്രി വിളിച്ച് എന്നോട് ചോദിച്ചു, മാഷിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പം വലിയ വിഷമം തോന്നുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കരുതിയത് അത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ്, ഇതൊരു ശീലമാകുമ്പോൾ മാറിക്കോളും സദാനന്ദ എന്ന് പറയണമെന്ന് തോന്നി. പിന്നെ സദാനന്ദൻ ഇത്രയും താല്പര്യം എടുത്ത് വിളിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞില്ല. സദാനന്ദൻ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, മാഷായിരിക്കും താമസം. നിങ്ങൾക്ക് ഈ 24 ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. 2 സ്ഥാപനങ്ങൾക്ക് ഈ 24 സംവരണമുണ്ട്. ഒന്ന് കേരളവർമ്മ കോളേജിനും ഒന്ന് ആകാശവാണിക്കും. ഈ ആകാശവാണിയിലൊക്കെ ആര് മരിച്ചാലും ഈ 24 വാർത്താ ചാനൽ വരുന്നതിൻ്റെ ഒരു കാരണം അവിടെ സംവരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കേരളവർമ്മ കോളേജിലെ ആളുകളായാലും ഇത് തന്നെയായിരിക്കും. മാഷന്മാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് അതിൽ വരുന്നത് ഞാൻ ഓൾറെഡി അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ 2 സ്ഥാപനങ്ങൾക്ക് എന്ത് കാരണത്താലായാലും മുഖ്യ പരിഗണന നമ്മുടെ സ്ഥാപനത്തിൽ വേണം എന്ന്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു ജീവിത കാഴ്ചയാണ്. അന്നത്തെ ഒരു നല്ല കാലം കേരളവർമ്മ കോളേജിൽ വളരെ കുറച്ച് കാലം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏതാണ്ടൊരു 10-30 വർഷം, ഇപ്പോൾ കൃഷ്ണനാരി മാഷൊക്കെ ഒരു 3 പതിറ്റാണ്ടിലധികം അവിടെ പഠിപ്പിച്ച ആളാണ്. ഒരുപാട് കാലം അവിടെ ജോലി ചെയ്ത ഒരാളെ പോലെയാണ് എനിക്ക് ഈ പലപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന വാത്സല്യം. നിങ്ങൾക്കറിയാം, ചേലക്കരയിലെ രാധാകൃഷ്ണൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു.
ഈ ആലത്തൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്നതിൻ്റെ തലേ ദിവസം അകാരണമായി രാധാകൃഷ്ണനെ ഫോൺ ചെയ്തു. ഇതൊരു പരസ്യമായ രഹസ്യമായിട്ട് ഞാൻ പറയുകയാണ്. രാധാകൃഷ്ണനോട് ചോദിച്ചു, എന്തൊക്കെയാ മാഷെ വിശേഷം എന്ന്. വിശേഷം ചോദിക്കുന്നത് കണ്ടപ്പോഴേക്ക് മനസ്സിലായി, ഞാൻ രാധാകൃഷ്ണ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അവിടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് ആരൊക്കെ തോറ്റുപോയാലും രാധാകൃഷ്ണൻ ജയിക്കുമെന്നാണ്. അല്ല, അത് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതല്ല. എനിക്ക് മനസ്സിലായി അതിന് ചോദിക്കാനല്ല. പക്ഷെ ഞാനൊരു മാഷ് എന്നുള്ളതിനെ അങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെ സമാധാനിപ്പിച്ച് ഞാനവിടെ വെച്ചു. പിന്നീട് കേരള കോളേജിൽ ഒരു 30 കൊല്ലത്തിന് ശേഷം ഒരു കോളേജിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഞാൻ പോയപ്പോൾ VS സുനിൽകുമാറും ഈ രാധാകൃഷ്ണനും എൻ്റെ ഇടത്തും വലത്തും നിന്നപ്പോൾ ഞാൻ അന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇവർ രണ്ടുപേരും അഴിമതിക്കാരാകാത്തതിൻ്റെ ഏക കാരണം ഈ കേരള കോളേജിൻ്റെ സംസ്കാരമാണ് എന്ന് ഞാൻ പറഞ്ഞു. മൂല്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണം, മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, സാമൂഹിക ചുറ്റുപാടിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ഈ കോളേജ് ഉപകരിക്കും. ഏതൊരു കോളേജിനേക്കാളും കേരളത്തിൽ വളരെ ആദരവറിയിക്കുന്ന ഒരു മഹാസ്ഥാപനമായിട്ടാണ് ഇപ്പോഴും കേരള കോളേജിൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ 30 കൊല്ലം ആഘോഷിക്കുന്ന വേളയിൽ ആ കോളേജിൽ ചെന്നപ്പോൾ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന കെട്ടിടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. അന്ന് ഞാൻ കോളേജ് പ്രിൻസിപ്പലിനോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞത്, ഇവിടെ നിന്ന് 2 ഡ്രോപ്പ് ഔട്ടുകളുണ്ട്. അതിലൊരാൾ ഞാനാണ്. ഒരാൾ നമ്മുടെ ശോഭ ഡെവലപ്പേഴ്സിലെ ബിൽഡർ മേനോൻ സാറാണ്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഡ്രോപ്പ് ഔട്ടായി, ഞാൻ മാഷായിരിക്കും ഡ്രോപ്പ് ഔട്ടായി. എന്നോട് നിങ്ങൾ പണം ചോദിച്ചാൽ തരാൻ നിവൃത്തിയില്ല. എന്നാൽ മേനോൻ മാഷിനോട് നിങ്ങൾ ഈ കോളേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വീഡിയോ ചിത്രീകരിച്ച് കൊടുത്താൽ അദ്ദേഹം ഈ കോളേജൊക്കെ നല്ല ഭംഗിയായിട്ട് കെട്ടിത്തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. എത്ര പേര് അദ്ദേഹത്തെ കണ്ടു എന്ന് എനിക്കറിയില്ല, കണ്ടില്ലെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അങ്ങനെ നമുക്ക് അകന്ന് നിൽക്കും തോറും ഈ കേരള കോളേജിനോടും തൃശ്ശൂരിനോടും ഒക്കെ വളരെ വളരെ അടുപ്പം തോന്നുന്ന, പത്തനംതിട്ടയിലെ മസാല ദോശയൊക്കെ കഴിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഒരു അടുപ്പം. ഞാൻ തൃശ്ശൂരിൻ്റെ 2ാമത്തെ തറവാടാണെന്ന് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തൃശ്ശൂർക്കാരെയൊക്കെ കണ്ടാൽ എപ്പോഴും വളരെ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കൊരു പക്ഷേ എൻ്റെ മനസ്സിൽ ചേക്കേറിയ കുറേ വിദ്യാർത്ഥികളിൽ ഞാൻ പറഞ്ഞ പോലെ മുൻനിരയിൽ വരുന്ന ഒരാളാണ് സദാനന്ദൻ. സദാനന്ദൻ്റെ നിലപാടുകളും സദാനന്ദൻ്റെ വീക്ഷണങ്ങളും ഒരു മാഷായിരിക്കുമ്പോൾ തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. സദാനന്ദൻ ചില നിശ്ചിതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് നടത്തുമ്പോഴും ചില വ്യക്തികളെ പരാമർശിക്കുമ്പോഴും ഒക്കെ സദാനന്ദൻ കാണിക്കുന്ന യുക്തിഭദ്രമായ ഒരു ഏകാഗ്രതയും അതിനപ്പുറം ഒരു ഇൻറ്റഗ്രിറ്റിയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതത്തിലും സദാനന്ദൻ അത് KS എന്ന് ആളുകൾ ഓമന പേരിട്ട് വിളിക്കുന്ന സദാനന്ദൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. സദാനന്ദൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. വിവേകാനന്ദനെക്കുറിച്ച് പിൽക്കാലത്ത് സദാനന്ദൻ ഒരുപാട് പഠിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വിവേകാനന്ദനെക്കുറിച്ചൊക്കെ തന്നെ ഈ MA ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ഒഴിവാക്കിയേനെ. കാര്യം വളരെ അവഗാഹത്തോടെ പഠിക്കാനൊരു വിദ്യാർത്ഥി മുന്നിലിരിക്കുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കൂടുതൽ പഠിക്കാൻ അവസരം കൊടുക്കുക എന്നതായിരിക്കണം ഒരു മാഷിൻ്റെ ഏറ്റവും കരണീയമായ വഴി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾക്കൊന്നും ക്ഷാമമില്ല, ഇല്ലാത്ത കാലമാണ്. ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് വരുന്നൊരു പുസ്തകമായിട്ടല്ല ഞാനിതിനെ കാണുന്നത്. ഈ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വിവേകാനന്ദൻ്റെ സർഗാത്മക സാഹിത്യത്തിൻ്റെ ശില്പി എന്ന ഈ പുസ്തകം ഒരുപാട് ആൾക്കാരുടെ കൈകളിലെത്തും എന്നെനിക്ക് സംശയമില്ല. കാരണം ഇതാരെങ്കിലും നമ്മൾ സദാനന്ദനെ വ്യക്തിപരമായി പരിചയമുള്ളത് കൊണ്ട് മാത്രം വില കൊടുത്ത് വാങ്ങി വായിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, ഈ പുസ്തകത്തിൻ്റെ കാമ്പും ഇതിൻ്റെ കഴമ്പും ഒക്കെ മനസ്സിലാക്കി തന്നെ ആളുകൾ പറഞ്ഞ് പുസ്തകത്തെ വളർത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാം ഈ ഒരു കാലം വല്ലാത്തൊരു കാലമാണ്. ഇപ്പം നമുക്ക് ഈ സാങ്കേതിക സാധ്യതകൾ ഒരുപാട് വന്നതുകൊണ്ട് പുസ്തകം വായിക്കാൻ ആൾക്കാർ മെനക്കെടുന്നില്ലെന്നൊക്കെ പറയുന്ന കാലമാണ്. പത്രങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു 4% കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുകയും അവിടെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വളരുകയാണ്. കുറേ കാലം കഴിയും പ്രായമുള്ള ആളുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാകൂ. വൃദ്ധന്മാർ അധിവസിക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറാനുള്ള സാഹചര്യമൊക്കെ വളരെ കൂടുതലാണ്. നമ്മളൊക്കെ മരിച്ച് മണ്ണടിച്ച് കഴിയുമ്പോൾ ഇവിടെ വൃദ്ധന്മാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശം കാണാൻ ലോകത്തുനിന്ന് സഞ്ചാരികൾ വരുന്നു എന്ന് കേട്ടാലും അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം
ഇവിടെ നമുക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഈ സാങ്കേതികമായ വളർച്ച ഒരുപാട് ഉണ്ടായപ്പോൾ നമുക്ക് എന്ത് അപകടവും സംഭവിക്കാവുന്ന ഒരു കാലമാണിത്. എഴുത്തും വായനയൊക്കെ കുറയുന്നത് കൊണ്ട് ആളുകൾക്ക് ഒരു പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ബന്ധമുണ്ടോ? ഈ അടുത്തിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന ഒരു ലേഖനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെല്ലെങ്കിൽ അത് കണ്ടു കാണും. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് 300 യങ്സ്റ്റേഴ്സിൽ നടത്തിയ ഒരു പഠനം ഇങ്ങനെയായിരുന്നു. അതായത് ഈ 300 പേരിൽ എത്ര ആളുകൾ ടെക്നോളജിയോട് മണിക്കൂറുകളോളം സംസാരിക്കുന്നു, അതിനു പകരം ഒരു വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ടോ എന്ന്. അതിൽ ഏതാണ്ട് 70% പേരും, അതായത് 20-നും 30-നും മധ്യ പ്രായമുള്ള ചെറുപ്പക്കാരിലാണ് ഈ അന്വേഷണം നടന്നത്. ഈ ഗവേഷണത്തിന്റെ ഫലം ഇതായിരുന്നു. ഈ ഏതാണ്ട് ഒരു 80-70% ആളുകളും 8 മണിക്കൂർ നേരം അവരുടെ ഒരു സുഹൃത്തിനെയോ ഒരു ബന്ധുവിനെയോ ഫോൺ ചെയ്യുകയോ സംസാരിച്ചിട്ടോ ഇല്ല. അവരെപ്പോഴും വാട്സാപ്പും ഫേസ്ബുക്കും അതുപോലെയുള്ള പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ കുറയുകയാണ്. ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആളുകൾ ഇപ്പം നമുക്കിപ്പോൾ ചാറ്റ് GPT പോയാൽ ഈ ശ്രീകണ്ഠൻ നായർ എങ്ങനെയാണ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അയാളുടെ ഒരു തെരുവ് തെമ്മാടിയാണ്, സൂക്ഷിക്കണം എന്ന് മറുപടി പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാങ്കേതികമായ വളർച്ചയും നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കാലം ഏതാണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ലോകത്തുണ്ടായ വളർച്ച ഒരുപക്ഷെ കഴിഞ്ഞ 100 കൊല്ലങ്ങൾക്കിടയിൽ ഉണ്ടായതിനേക്കാൾ വളരെ കൂടുതലാണ്. ഇന്റർനെറ്റ് വന്ന് നമ്മുടെ സാധ്യതകളെല്ലാം മാറ്റിമറിച്ചു. കോവിഡ് കാലം നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ കടന്നുപോയി. ഈ കോവിഡ് കാലം നമ്മളെ ഏൽപ്പിച്ച മറ്റൊരു അപജയം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോവിഡ് കാലത്താണ് കുട്ടികൾക്കെല്ലാം നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയത്. മുറിയടച്ച് ഉള്ളിലിരിക്കാനും മണിക്കൂറുകളോളം ഈ ഫേസ്ബുക്ക് പോലെയുള്ള ഇൻസ്റ്റ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മേഞ്ഞു നടക്കുവാനും ഒരു അപകടം പിടിച്ച വെബ്സൈറ്റ് പോലും സ്വിച്ച് ഓഫ് ചെയ്യാതെ നമ്മൾ കുട്ടികൾക്കെല്ലാം തുറന്നു കൊടുത്ത ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. വിദേശ നാടുകളിലൊക്കെ ആവശ്യമുള്ള വെബ്സൈറ്റുകൾ മാത്രം തുറന്നു കൊടുക്കാൻ അവർ താല്പര്യം കാണിച്ചപ്പോൾ നമ്മളെല്ലാം തുറന്നു വെച്ചവരാണ്. അപ്പോൾ അതുകൊണ്ടെന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പോലും നമ്മളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാനും അതുപോലെ തച്ച് തകർക്കാനുള്ള അത്യാഹിതങ്ങൾ ഏർപ്പെടാനും തയ്യാറാകുന്നു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, 2 കൊല്ലത്തിന് മുമ്പ് 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും ചാനൽ ഹാക്ക് ചെയ്ത് 28 മണിക്കൂറോളം നമ്മളെ അന്തരീക്ഷത്തിൽ ഇല്ലാതാക്കി കളഞ്ഞൊരു ഹാക്കർ കേരളത്തിലുള്ളൊരു കക്ഷി അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം 28 മണിക്കൂർ ഈ 24 വാർത്തയൊക്കെ സംപ്രേഷണം ചെയ്യുന്ന വാർത്താ ചാനൽ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങളാണ് പോയത്. കാര്യം എല്ലാ സാധനവും ഡിലീറ്റായി, വൈറസിനെ കയറ്റിവിട്ട് കളഞ്ഞു. അപ്പോൾ ഇത് ഹാക്ക് ചെയ്യുന്ന ആ നിമിഷം തന്നെ യൂട്യൂബിലൊരു സന്ദേശം വന്നു, 24 is hacked. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു സ്ഥലത്തിരുന്ന് കേരളത്തിലെ ഒരു IT വിദഗ്ധൻ കാണിച്ച വിക്രിയാണ് 24 ഹാക്ക് ചെയ്യപ്പെട്ടത്. അതൊക്കെ നമ്മൾ എത്രയോ ദിവസങ്ങളെടുത്ത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം കുറച്ച് സമയം കൊണ്ട് അവർ തച്ച് തകർത്ത് നമ്മുടെ കൺമുമ്പിൽ ഇട്ട് തന്നു. വാഴ്വ്യമായത്തിലെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ 28 മണിക്കൂർ കടന്നുപോയെങ്കിലും വലിയൊരു വാർത്താ ചാനലിനെ സംബന്ധിച്ചോളം വലിയ അപകടമായി പോയി ആ സംഭവം. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അടുത്തിടെ എൻ്റെ അടുത്തൊരു 17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു +2 വിദ്യാർത്ഥി ചോദിച്ചത്, ചേട്ടന് പൈസയ്ക്ക് വല്ലതും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ മോനെ നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, ബാങ്കിൽ നിന്ന് കുറേശ്ശെ വലിച്ചു തരാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ നായരമാഷിൻ്റെ അക്കൗണ്ടിലൊക്കെ കിടക്കുന്ന പൈസ വേണമെങ്കിൽ വലിച്ച് എനിക്ക് തരാമെന്നാണ് പറയും. കാര്യം അത്രയും ഈ സാങ്കേതിക ജ്ഞാനം വളർന്ന അപാര തലച്ചോറുള്ള വൈഭവമുള്ള കുട്ടികൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അവരുടെ ഊർജം മുഴുവൻ മിസ്ഡിറക്റ്റഡായി വേണ്ടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയാണോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി ഒരു വീട്ടിലെ, നിങ്ങളിതൊക്കെ അറിയേണ്ട ഒരു കാര്യം, പുറത്ത് പത്രത്തിലോ വാർത്താമാധ്യമത്തിലോ വന്നതല്ല. ഒരു കുട്ടിയോട് വാട്സപ്പിൽ മാത്രം കണ്ടു പരിചയിച്ച ഒരുവൻ പറയുന്നു, ISROട് ഒരു സൈറ്റ് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാൻ നിന്നെ ഞാൻ സഹായിക്കാം, നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. കുട്ടി പ്രായമായതുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്കൊന്ന് ഹാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയുന്നു, ISROയുടെ സൈറ്റൊന്നും അങ്ങനെ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല. അതിന് ഒരുപാട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഫീഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അങ്ങനെ സംഭവിച്ചതുമില്ല. എന്നാൽ ഏതാണ്ട് അതിൻ്റെ നമ്മൾ ഏതെങ്കിലും റോഡിൽ ഈ ചാരുബെഞ്ചിലിരിക്കുന്ന ഏതോ ചാരുബെഞ്ചിലെങ്ങാണ്ട് ഒരു അക്രമം നടത്തിയിട്ട് വൈറസ് കടന്നുപോയി. പിറ്റേന്ന് മുതൽ ഈ വാട്സപ്പ് സുഹൃത്ത് വരികയാണ്, നീ ISRO തകർത്തവനാണ്, നിന്നെ
ജയിലിലാക്കും. അവസാനം കോടികൾ ആവശ്യപ്പെടുകയാണ് വാട്സപ്പിലൂടെ വന്ന്. പക്ഷേ അവൻ്റെ അച്ഛനെ കുറിച്ച് ബുദ്ധിയുള്ളത് കൊണ്ട് ഈ കക്ഷിയെ തികഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റി. ഒരുപക്ഷെ സാധാരണ ഒരു വീട്ടിലായിരുന്നെങ്കിൽ അത് മതി ആ കുടുംബം തകർന്നു പോകാനും ആത്മഹത്യ ചെയ്യാനും. അത്ര കൂടുതൽ അപകടം പിടിച്ച ലോകത്താണ് നമ്മൾ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ എനിക്ക് തന്നെ ഞാനിപ്പോൾ ഈ വാർത്താ മാധ്യമ ചാനലിലേക്കൊക്കെ വന്നിട്ടൊരു കഷ്ടിച്ചൊരു 6 വർഷമേ ആയിട്ടുള്ളൂ. ഈ 6 കൊല്ലത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മയില്ലാതെ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞു പോയാൽ തന്നെ ആളുകൾ അമ്പരന്ന് പോകും. അത്ര അപകടം പിടിച്ച കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. നമുക്കിതൊക്കെ പറയാൻ നമ്മൾ മടിച്ചു പോകും. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തികട്ടി വരുന്ന സമയത്ത് ഞാൻ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് പുലിവാലി പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ജീവിക്കുന്നത് ഒരു ആസുര കാലത്താണ് എന്ന തോന്നലുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയമായ നേട്ടങ്ങളൊക്കെ തന്നെ വളരെ തെറ്റായ വഴിയിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റും വളരുന്നത് വളരെ ആശങ്കയോടെ കാണേണ്ട ഒരു കാലമാണ് എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, നമ്മൾ ഈ മൂല്യം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ തന്നെ ഒരാൾ ചോദിച്ചു, ഇത്രയും ബുദ്ധിമുട്ടി ഇനി തൃശ്ശൂരിലേക്ക് പോകണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സദാനന്ദൻ്റെ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് കുഞ്ഞെ, പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ സദാനന്ദൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ളവരിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സദാനന്ദൻ്റെ ഒരു പ്രത്യേകത വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഗാന്ധിജിക്ക് പോലും കഴിയാതെ പോയ കാര്യമാണ് ദ യൂണിറ്റി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ജീവിതത്തിൽ സാധാരണ നടപ്പിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ വളരെ കൈവിരലുകളിൽ നമുക്ക് എണ്ണിയെടുക്കാവുന്ന ഒരു കാലമാണ്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്കും വേണേൽ ആലോചിച്ച് നോക്കാം. നമ്മുടെ കോളേജ് കാലഘട്ടത്തിലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ നമുക്കുണ്ടായ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർ ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതസ്ഥനാണെന്നോ എത്രമാത്രം പണം അവൻ്റെ വീട്ടിലുണ്ടെന്നോ അവൻ്റെ വീട്ടിൽ ആനയുണ്ടോ എന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മുടെ ഇടത്തോ വലത്തോ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്മേറ്റ് എന്ന് നമ്മൾ ഇൻവെർട്ടർ കോമയിലിട്ട് വിളിക്കുന്ന അയാളുടെ സൗഹൃദവും ചങ്ങാത്തവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചങ്ങാത്തം നമ്മൾ ഈ അക്കാഡമിക് കാലം കഴിഞ്ഞും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ പിന്നീട് നമ്മുടെ മേൽവിലാസത്തിൻ്റെ പേരിലോ നമ്മുടെ ജാതിയുടെ പേരിലോ നമ്മൾ ഉൾപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ പേരിലോ നമ്മളുടെ ചങ്ങാത്തം പാലിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയുടെ ചോര കിനിയുന്ന മനസ്സുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. എനിക്ക് വിരളിലൊരു 10-15 പേരെ മാത്രമേ ഈ 1982 ശേഷം എനിക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അതൊരു ശരിയായ കാര്യമാണ്. മാത്രമല്ല, ആളുകളുടെ ഈ വല്ലാത്തൊരു അവനവനിസം വളർന്ന ഒരു കാലമാണ്. നമുക്ക് ഈ റോഡിൽ വണ്ടി ഇടിച്ചു കിടക്കുന്ന ഒരാൾ, അയാളെ ഒന്ന് താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റണമെന്ന് തോന്നിയാൽ വിലക്കുന്ന ആളുകൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ശരിക്കും ഒരു സർഗാത്മക കൃതിയൊക്കെ വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വായിച്ച് നമ്മൾ മനസ്സിനെ രമിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിനപ്പുറം ഒരു ലോകം കേരളത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതേ ഉള്ളൂ. നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൻ്റെ ചില രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കേരളം ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് 144 നദികൾ ഒഴുകുന്നു എന്ന് മാത്രമല്ല, APJ അബ്ദുൽ കലാം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു 100 കാര്യങ്ങളിൽ നമ്മൾ മുന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തെ ചില ആളുകളൊക്കെ കേരളത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ പുച്ഛത്തോടൊക്കെ പറയും, കേരളത്തിൽ എന്തിരിക്കുന്നു. ഒരു അമേരിക്കൻ യാത്രയിൽ കുറച്ച് ആളുകൾ എന്നെ അടിക്കാനായിട്ട് എഴുന്നേറ്റൊരു സന്ദർഭം ഉണ്ടായി ജീവിതത്തിൽ. അതായത് ഞാൻ നോക്കിയ സ്വാഗത പ്രസംഗം ഇങ്ങനെ പറയുകയാണ്, കരിപ്പൂർ വിമാനം ഇറങ്ങിയാലോ, കൊച്ചി നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങിയാലോ, തിരുവനന്തപുരം വിമാനം ഇറങ്ങിയാലോ അമേരിക്കൻ മലയാളികളെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ എയർപോർട്ടിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കത്തിക്കയറുകയാണ്. അപ്പം എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് ഈ മനുഷ്യൻ കേട്ട് കാണും. പിന്നീട് ഏതെങ്കിലും ഒരു ഭാഗ്യത്തിൻ്റെ അംശം കൊണ്ട്, അല്ലെങ്കിൽ ഒരു നഴ്സിൻ്റെ സാരിത്തുമ്പിൽ ഒരു വിസയിൽ കുരുങ്ങി എന്നെപ്പോലുള്ള നികുതിദായകരായ ആളുകളുടെ നികുതി പണത്തിൽ അമേരിക്കയിൽ വരികയും ഇവിടെ ഒരു സിറ്റിസൺഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാട്ടിനോട് പുച്ഛം. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാടിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല, നിങ്ങൾ പറയുന്ന പോലെ ഒരു നഗരമാണെങ്കിൽ ചിലപ്പോൾ കേരളം ലണ്ടൻ പോലെയോ ന്യൂയോർക്ക് സിറ്റി പോലെയോ ആയി മാറും.
പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, അമ്മയുടെ മാറിൽ പൊട്ടി ഒലിക്കുന്നൊരു വ്രണമുണ്ടെന്ന് കരുതി അമ്മയെടുത്ത് കപ്പക്കാട്ടി കളയുന്ന ഒരു സംസ്കാരമല്ല മലയാളിക്കുള്ളത് എന്ന് ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മദ്യപിക്കാനൊക്കെ പോയി വന്ന കുറച്ച് ആൾക്കാരങ്ങ് എഴുന്നേറ്റ്. അവരെന്നെ അടിച്ച് വിടുമെന്നായപ്പം ഭാരവാഹികൾ വല്ലാതെ ബുദ്ധിമുട്ടി. എനിക്ക് ശേഷം പിന്നീട് ഒരാൾക്കും ആ ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ രഞ്ജിത്ത് എന്ന സംവിധായകൻ അമേരിക്കയിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യാങ്കളിയുടെ അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞാൻ കണ്ടത് അവിടുത്തെ അമേരിക്കക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കോവളം എന്ന് പറയുന്ന ബീച്ചിനെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും എത്ര ആദരവോടെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് മാത്രം ചിലപ്പോൾ, അമേരിക്കയിലുള്ള എല്ലാവരും അങ്ങനെയല്ല, അമേരിക്കയിലുള്ള ഒരുപാട് പേര് ഈ ഇവിടെ ഇലയെന്ന് അനങ്ങിയാൽ, ഇവിടെ വയനാടിൽ ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ, നമ്മുടെ ഇവിടെ പ്രളയമുണ്ടായി എന്നൊക്കെ അറിയുന്ന സമയത്ത് ഈ നെഞ്ചിടിപ്പോടെ പാതിരാക്കൊക്കെ നമ്മളെ വിളിച്ച് എന്തെങ്കിലും ഇത് സംഭവിക്കുമോ, ആപത്തുണ്ടോ, എത്ര പേര് മരിച്ചു എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെ നെഞ്ചും മനസ്സും മനസാക്ഷിയും ഒക്കെ തന്നെ ഈ മണ്ണിൽ തന്നെയാണ് കിടക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കരമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുതിയ ജനറേഷൻ തിരിച്ചാണ്. ഇപ്പോൾ അമേരിക്കയെ പോലുള്ള നാടുകളിൽ സംഭവിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മലയാളം ടെലിവിഷൻ ചാനലുകളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളെ എല്ലാവരെയും ഇപ്പോൾ അവർക്ക് അറിയാമെന്നുള്ളതാണ്. മമ്മൂട്ടിയോട് പേര് ചോദിച്ച മലയാളി പയ്യൻസ് അവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്ന് മമ്മൂട്ടിയൊക്കെ അവരുടെ ഏറ്റവും ആകർഷണമായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റം ലോകത്തുണ്ടാകുന്ന സമയത്ത് കേരളം കൂടി അങ്ങനെ മാറണം. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു, ഇപ്പോൾ സാധാരണ പോലെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു മനുഷ്യനാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആള്. നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം ഈ യുദ്ധം കൊണ്ടോ മറ്റേതെങ്കിലും ഭൂമിയിലെ വിനാശം കൊണ്ടോ മനുഷ്യരാശി മുഴുവൻ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് ഇല്ലാതായാൽ ഒരു 10 ലക്ഷം ആളുകൾ ലോകത്തുണ്ടാകണമെന്ന് തീരുമാനിച്ച് ഈ 10 ലക്ഷം പേരെ ബഹിരാകാശത്ത് കൊണ്ട് താമസിപ്പിക്കണം എന്ന് തീരുമാനിച്ചുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഈ എലോൺ മസ്ക് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കേരളത്തിൽ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ കേരളത്തിലെ 1000 കോടീശ്വരന്മാരെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാനിതുവരെ പുറത്തു പറയാത്ത കാര്യമാണ്. നമുക്ക് ജീവിതത്തിലേക്ക് കുറച്ച് ഭ്രാന്ത് വേണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. ചില ഭ്രാന്തന്മാരാണ് പലപ്പോഴും ലോകത്തെ മാറ്റിമറിക്കുന്നത്. നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവന് വട്ടാന്ന് പറയും, പക്ഷെ അവൻ്റെ വട്ടിലായിരിക്കും ചിലപ്പം ലോകം തിരിച്ച് കറങ്ങാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എലോൺ മസ്കിനോട് അഭിപ്രായ വ്യത്യാസമുള്ള ഈ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ വിജയിപ്പിക്കാൻ ഒരുപാട് പണം ചെലവാക്കിയ ഒരു കോടീശ്വരനാണ് അയാൾ. ചിലപ്പോൾ അയാളുടെ നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അയാൾ സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ വരാത്ത കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളതാണ്. ആ ചിന്തിക്കുന്നത് മാത്രമല്ല, ഭാവനാ സമ്പന്നതയുടെ ലോകത്ത് അദ്ദേഹം ചരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭാവനയിൽ പിറവിയെടുക്കുന്ന പല കാര്യങ്ങളും ഈ മണ്ണിൽ നടത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരാവേശം തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ, കാരണം ഞാൻ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഈ കേരളം എന്ന് പറയുന്ന വിലപ്പെട്ട ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് എലോൺ മസ്കിന്റെ നാവിൽ നിന്ന് അറിയാൻ എനിക്കൊരു കൗതുകം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. സാം പിട്രോഡ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, രാജീവ് ഗാന്ധിയുടെ കാലത്തൊക്കെ തന്നെ ഇന്ത്യയിലെ ടെലികോം വിപ്ലവത്തിന് മുൻനിരക്കാരനായിരുന്നു ഈ സാം പിട്രോഡ. അപ്പോൾ സാം പിട്രോഡ വഴിയൊക്കെ ഞാൻ ചില നീക്കങ്ങളൊക്കെ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ കേരളം എന്ന് പറയുന്ന ഈ മണ്ണ് നമ്മളെല്ലാം കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ മണ്ണിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇവിടെ മാത്രമേ നമുക്ക് വളരാൻ പറ്റൂ. ഈ മണ്ണിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ വിദേശ നാടുകളിലൊക്കെ എഴുതി പോയാൽ ഈ നാട് കാണാൻ ആളുകൾ വരും. വിനോദസഞ്ചാരം ഒക്കെ തന്നെയാണ് ഭാവിയിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്ന കാര്യങ്ങൾ. IT കഴിഞ്ഞാൽ നമുക്കൊരുപക്ഷെ മാർഗദീപമാകാൻ പോകുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും. മാധ്യമരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ തോന്നിക്കാണും, വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന വാർത്താ ചാനലുണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സാധനവും റിപ്പോർട്ട് ചെയ്യപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ പരിമിതിയിൽ പെടുന്ന സമയത്തും ഈ മത്സരം കടുത്തു വരുമ്പോഴൊക്കെ ചില പതർച്ച ഉണ്ടാകുമെങ്കിലും മുന്നോട്ട് നയിക്കാൻ ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഫ്ലവേഴ്സ് ശൃംഖല എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾ കോടീശ്വരനാവുകയാണോ? ഇപ്പോഴും എൻ്റെ ബാങ്ക് ബാലൻസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നടുങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം
ഈ കോടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേ ഇല്ല. അതേസമയം ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രക്ഷേപണം ഒരു വലിയ കലയാണ്. ഈ പ്രക്ഷേപണ കലയിലൂടെ ഈ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പണ്ടൊക്കെ ഞാൻ താല്പര്യം എടുക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഇപ്പം താല്പര്യം എടുത്തു തുടങ്ങി. ഈ അടുത്തിടെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു മാനേജർ കൊച്ചിയിൽ നിന്ന് എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹം ഒരു വീട് വെച്ചു. 2.5 വർഷമായി അദ്ദേഹം വീടിൻ്റെ ഒരു നമ്പർ വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നടപ്പില്ല. കാരണം നിങ്ങൾക്കറിയാം, അതിൽ 2 ചെറിയ നിയമലംഘനമുണ്ട്. പിഴയടച്ച് നിയമലംഘനം മടക്കി നിങ്ങൾ വീടിന് നമ്പർ കൊടുത്തോളൂ എന്നൊരു അദാലത്തിൽ തീരുമാനിച്ചിട്ടും ഈ ബാങ്ക് മാനേജർക്ക് സമാധാനം കിട്ടിയില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങി. ഞാൻ അവസാനം ഈ മെയിനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൽ തന്നെ 100 കണക്കിന് നിയമലംഘനങ്ങൾ പിഴ വാങ്ങി അതിൻ്റെ പിന്നാലെ കൈക്കൂലിയും വാങ്ങിച്ചിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ ഞാൻ അങ്ങോട്ട് അയക്കാം, അവരന്വേഷിച്ച് വിവരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊന്ന് പതറി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ധനാഢ്യരായ ആളുകൾ പലപ്പോഴും സ്ഥാപനങ്ങൾ കെട്ടുമ്പോൾ അവരുടെ സ്ഥാപനത്തിൻ്റെ കായലിലിരിക്കും. അതൊക്കെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ നിയമങ്ങളുണ്ട്. എത്ര നിയമലംഘനങ്ങളുണ്ടെങ്കിലും പണം കൊണ്ട് മറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥൻ അനങ്ങിയില്ല. ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറയും. നോക്കട്ടെ എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പലപ്പോഴും നോക്കില്ലെന്നാണ് അർത്ഥമെന്ന് ആ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തി. പിന്നീട് ഞാൻ മന്ത്രി MP രാജേഷിനോട് പറഞ്ഞു, ഞാൻ ബാലകൃഷ്ണപിള്ളയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ബാലകൃഷ്ണപിള്ള ഫോൺ എടുത്താൽ അങ്ങേ തലയ്ക്കുന്ന ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയും. കാര്യം മാടമ്പിത്തരം മൊത്തം ബാലകൃഷ്ണപിള്ള സാർ അയാളോട് കാണിക്കും, തെറി പിടിച്ചെന്നും വരും. അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ നിന്ന് വരികയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, രാജേഷ്, ഒരു മന്ത്രിക്ക് ഈ നാട്ടിൽ വിലയില്ലേ? MP രാജേഷ് പറഞ്ഞു, നിങ്ങൾ MP രാജേഷ് സംസാരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ സഖാവിൻ്റെ സൗന്ദര്യശാസ്ത്രം വെച്ച് ഉദ്യോഗസ്ഥരോട് സംസാരിക്കരുത്, നടക്കില്ല. നിങ്ങൾ മിനിസ്റ്റർ MP രാജേഷ് സ്പീക്കിംഗ് എന്നേ പറയാവൂ, അല്ലെങ്കിൽ മിനിസ്റ്റർ സ്പീക്കിംഗ്. അദ്ദേഹത്തിന് ഞാൻ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന അധികാരത്തിലേറിയ രാജേഷിനെ പോലെയുള്ള എത്രയോ ആളുകളുടെ വഴിത്താരയിൽ കാരമുള്ളുകൾ വിതറുന്ന ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. MP രാജേഷ് ഈ 3 ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് 24 മണിക്കൂർ കൊടുത്തു. ഇതിനകം നിങ്ങൾ അയാൾക്ക് വീടിന് നമ്പർ ഇട്ട് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അയാളുടെ വീടിന് നമ്പർ ഇട്ട് കൊടുത്തു. MP രാജേഷ് തന്നെ പിന്നീട് എന്നോട് പറയുകയായിരുന്നു, എല്ലാ ജനങ്ങൾക്കും മന്ത്രിയെ നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും SKനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാധ്യമത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയിലാണ് ഞാനിപ്പോൾ. കാര്യം നമ്മൾ വളരെ കുറച്ച് കാലം മാത്രമേ ഈ മണ്ണിൽ ഉണ്ടാകൂ. നമ്മുടെ പേര് തങ്കലിപികളിൽ എങ്ങും എഴുതിയിടേണ്ട കാര്യമില്ല. പക്ഷേ കുറേ മനസ്സുകളിൽ അവർക്ക് ജീവിതത്തിന് ഉപാധിയായി കൈത്താങ്ങായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സുകളിൽ ഒരു ഇടം കിട്ടിയാൽ മതി നമുക്ക്. ബാങ്ക് ബാലൻസിനേക്കാളും വലുതാണ് അതെന്നാണ് എൻ്റെ ജീവിത ചിന്ത. അതിലേക്ക് ഞാൻ ഒരുപക്ഷെ ഈ വാർദ്ധക്യത്തിലേക്ക്, കൃഷ്ണനാരി മാഷൊക്കെ എന്നെ നോക്കുന്നുണ്ട്, വാർദ്ധക്യം എന്നൊക്കെ പറയും, പെയിൻ്റാ മാഷേ, മൊത്തം പെയിൻറ്റ്. അതായത് ഒരു 65 വയസ്സ് കടന്നു ഞാൻ. അപ്പോൾ ഈ പ്രായം നമ്മളിൽ വരുത്തുന്ന ചില പക്വതയുടെ വാസനയുണ്ട്. ആ വാസനയിലാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ നടക്കുന്നതും. മാത്രമല്ല, പ്രേക്ഷകർക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു സമയത്ത്, നിങ്ങൾക്കറിയാം, പാലക്കാട് നമ്മുടെ വണ്ടി ഇടിച്ച് 2 കുട്ടികൾ മരിച്ചുപോയി. എനിക്ക് വലിയൊരു സങ്കടമായൊരു സാഹചര്യമായിരുന്നു അത്. അപ്പോൾ എന്നോട് പലരും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SHO വരെ പറഞ്ഞു, നിങ്ങൾ അവിടെ പോകരുത്, പോയി കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്തു എന്ന് വരും. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഈ പ്രക്ഷേപണത്തിൻ്റെ മറവിൽ 4 പതിറ്റാണ്ട് നടന്ന എന്നെ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യണമെന്നാണ് തോന്നുന്നതെങ്കിൽ അത് ഞാൻ ഏറ്റുവാങ്ങും. ഞങ്ങൾ വരണമെന്ന് ചോദിച്ചു. നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാൽ പ്രശ്നമാവുമെന്ന്. ഞാനില്ലാതെ അവരുടെ പോയി. പക്ഷെ അവർ ചോദിക്കുന്ന ആ ഉമ്മയുടെയൊക്കെ കണ്ണുനീരിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനേ പറ്റിയില്ല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മകൾ മരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ ശാപം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ 2 ഉമ്മമാരുടെയും കണ്ണീരിന് മുമ്പിൽ കുറേ നേരം ഞാൻ പതറി നിന്നു. പക്ഷെ അതേസമയം അവരെന്നോട് ഒന്നും പറഞ്ഞില്ലെന്നുള്ളതാണ്. ഒന്നും പറഞ്ഞില്ല. ആ പിതാവ് മാത്രം പറഞ്ഞു, സങ്കടമുണ്ട് സാറേ എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ ആ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ
ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അവർക്കുണ്ടായ നഷ്ടം ഒരിക്കലും നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം അവരിൽ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സുരക്ഷാ ഭടന്റെയും പിൻബലം തേടാതെ അവർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. വി സി കബീർ എന്ന് പറയുന്ന മുൻ മന്ത്രി, അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് ഈ സംഭവം. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയില്ല അദ്ദേഹത്തിന്റെ മനഃപൂർവ്വം. ഒരു കക്ഷി രാഷ്ട്രീയ ബന്ധത്തോടെ എനിക്ക് അവിടെ പോകേണ്ട എന്ന് ഞാൻ ചിന്തിച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. സർഗ ലോകത്തെക്കുറിച്ചും എഴുത്തിൻ്റെ ലാവണ്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു കാണും. എനിക്ക് തോന്നുന്നു എൻ്റെ നാവിൽ നിന്ന് സാഹിത്യം കേൾക്കാനൊന്നും അല്ല നിങ്ങൾ ഇരിക്കുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തക വായനയ്ക്കൊന്നും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പുസ്തക വായന എന്ന് പറയുന്നത് വായിക്കണമെന്ന് താല്പര്യമുള്ള ആൾ സമയത്തെക്കുറിച്ചൊന്നും വേവലാതിപ്പെടില്ലെന്ന് എനിക്കറിയാം. വായിക്കാൻ താല്പര്യമുള്ള ആൾ വായിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും രാത്രി 12:30 മണിക്ക് കിടന്നുറങ്ങുകയും അതിനിടയിലുള്ള വളരെ കുറച്ച് മണിക്കൂറുകളിലൂടെ ജീവിതം ഇങ്ങനെ തള്ളി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് മറിച്ചു നോക്കുകയല്ലാതെ, സാധാരണ ഈ ഒരു പുസ്തകം എനിക്ക് തരുമ്പോൾ തന്നെ ഇത് എത്ര ദിവസം കൊണ്ടായിരിക്കും ഞാൻ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ വായിച്ചു തീർക്കുക എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും സദാനന്ദൻ്റെ പുസ്തകം ഞാൻ വായിക്കും. സദാനന്ദൻ്റെ ഒരു സമയമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഞാൻ എന്തുകൊണ്ടും വായിക്കുമെന്ന് മാത്രമല്ല, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടെലിവിഷൻ ചാനലിലൂടെ മാലോകരോട് പറയും, ഈ പുസ്തകം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നും പറയും. ഒരു ഗുരുവിൻ്റെ എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പുസ്തകം കൊള്ളാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും സന്തോഷത്തോടെ അത് പറയുകയും ചെയ്യും. അത് സദാനന്ദനെ അറിയാവുന്നതുകൊണ്ട് സദാനന്ദനത് ഞാൻ തിരിച്ചു പറഞ്ഞാലും ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. ഒരുപാട് എനിക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റിയതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം നിങ്ങളിൽ പലരെയും എനിക്ക് ഇപ്പം കാണാൻ പറ്റി. ഇവിടെ ഇരിക്കുന്ന മീനയൊക്കെ ഞാൻ കണ്ടിട്ട് എത്രയോ കാലമായി. അപ്പം നമ്മൾ ഈ മാഷിൻ്റെ കുപ്പായം ഊരി വെച്ചതിന് ശേഷം ഇവരെയൊക്കെ പലപ്പോഴും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൻ്റെ താളിലോ ഒക്കെ മാത്രമേ കാണാറുള്ളൂ. കാമ്പായി മാഷിനെ ഞാൻ കണ്ടിട്ട് ഒത്തിരി കാലം. രാവുണ്ണിയും പിന്നെ ഇടയ്ക്കൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ കുറേ ആളുകളെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഹോം കമ്മിങ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് വന്നൊരു ഫീലിംഗ്. അവിടെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ലളിതമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി. എന്തായാലും സദാനന്ദൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ വൈകിയ സമയത്തായിരിക്കും തുടങ്ങുന്നത്. എൻ്റെ രാജനിരുന്ന് നോക്കുകയാണ്, രാജനൊക്കെ എത്രയോ എഴുതി കഴിഞ്ഞു, നീ ഇപ്പോഴാണ് അവിടെ സാധാരണ തുടങ്ങുന്നതെന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം രാജൻ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും എത്ര പുസ്തകം എഴുതിയെന്ന അല്ലല്ലോ കാര്യം, എന്ത് ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇത്തിരി വൈകി പോകുന്നതും നല്ലതാണ്. കാര്യം നമുക്ക് ജീവിതത്തിൽ നേടിയ അനുഭവ സമ്പത്തും പക്വതയും ഒക്കെ ഇതിനകത്ത് നിഴലാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ലീല ഹോട്ടൽ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങേക്ക് ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് ഈ ഹോട്ടൽ തുടങ്ങാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് ഹോട്ടൽ തുടങ്ങുന്നതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായെന്ന് പറഞ്ഞു. കാര്യം അത് പ്രായത്തിൻ്റെ ആണ്. പിന്നീട് അത് ലീല ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹോട്ടൽ ശൃംഖലയിൽ തന്നെ വലിയൊരു വ്യവസായ സംഘമായി മാറിയത് ചരിത്രമായി, അത് നമുക്കറിയാം. അതുപോലെ പല ആളുകളും ഉണ്ട്. ഞാൻ ഈ ചാനലുകൾ തുടങ്ങാനൊക്കെ ചില നിക്ഷേപകരെ പിടിക്കാനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ ഈ ചില ഇൻവെസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് ചോദിച്ചു. എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു 80 കൊല്ലം കൂടെ ജീവിച്ചിരിക്കും. ഇപ്പോൾ എത്ര വയസ്സായി? അവർ കണക്കൂട്ടി അവർക്ക് കൺട്രോൾ തെറ്റിപ്പോയി. കാര്യം അവരല്ലല്ലോ തീരുമാനിക്കുന്നത് ഞാൻ എത്ര കൊല്ലം ജീവിക്കണം എന്നുള്ളത്. ഈ അടുത്തിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, എനിക്കിനി 3 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഭാര്യയാണ് എന്നെ എഴുതി കാണിച്ചത്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ആ ശത്രുവിന് എനിക്കൊരു 3 കൊല്ലം അനുവദിച്ചു തരാനുള്ള മനസ്സുണ്ടായല്ലോ, അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. ഈ മരണമൊന്നും നമ്മൾ എഴുതി വെച്ച കാര്യമല്ല. ഒരിക്കലും ക്യാൻസർ രോഗ വിദഗ്ധനായ ഗംഗാര സാറിനോട്, ഡോക്ടർ VP ഗംഗാധരനോട് ഞാൻ ചോദിച്ചു, ഗൾഫിലെ ഒരു ആൾ എന്നോട് ശുപാർശ ചെയ്ത് ഗംഗാധരൻ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചപ്പോൾ ഈ പിന്നീട് ഗൾഫൻ എന്നോട് പറഞ്ഞു, ഈ പ്രവാസി പറഞ്ഞു, ആ അവളുടെ അമ്മയാണ് ഡോക്ടർ ചികിത്സയിൽ, അടുത്ത ബുധനാഴ്ച മരിക്കും എന്ന് ഒരു സൂചന എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് തിരിച്ച് ദുബായിലോട്ട് വരത്തില്ലായിരുന്നു, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തതിന്. ഒരു വാക്കാ ഡോക്ടർ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഡോക്ടർ നന്ദിയോടാണല്ലോ കാണിച്ച് ഈ ഇങ്ങനെ നമ്മളൊന്ന് പറഞ്ഞിട്ട് പോലും അയാളോട് ഈ മരണത്തിൻ്റെ ഒരു സൂചന കൊടുക്കാൻ കഷ്ടം. അത് പെറ്റമ്മ മരിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണ്ടേ മകൻ, പിന്നെ ടിക്കറ്റ് എടുത്ത് എമിറേറ്റ്സിൽ കയറി ഹ്യൂജ് വലിയ പൈസയൊക്കെ കൊടുത്ത് വരേണ്ടതല്ലേ എന്നാലോചിച്ച് ഞാനൊരു എൻ്റെ വിവരക്കേടിന് ഡോക്ടറോടൊന്ന് ചോദിച്ചു, എൻ്റെ ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു, അടുത്ത ബുധനാഴ്ചയാകുമ്പം നിൻ്റെ അമ്മ ക്രിയ കൂടും മോനെ, നീ ഇവിടെ തന്നെ നിന്നോ, ഇനി ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അനിയ തോളെ തട്ടിയിട്ട് പറഞ്ഞു,
മരണമൊന്നും നമ്മുടെ തീരുമാനത്തിലല്ല. 3 ദിവസത്തിനകം ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച ചില ക്യാൻസർ പേഷ്യൻ്റ് 3 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഇനി 4-5 കൊല്ലം കഴിഞ്ഞേ മരിക്കുമെന്ന് ഞാൻ ആലോചിച്ച ചില ആളുകൾ പിറ്റേ ദിവസം വൈകുന്നേരം മരിച്ചിട്ടുണ്ട്. ഈ ചീട്ട് നമ്മുടെ കയ്യിലല്ല, വേറെ ആരോ തീരുമാനിക്കുന്നതാണ്. അയാളോട് പറഞ്ഞത് വിവരക്കേട് പറയരുത് എന്നാ പറഞ്ഞു. ഞാൻ പിന്നീട് അയാളോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ അല്ല ഇതിൻ്റെ ചിറ്റ് എഴുതുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാലും ഈ പുസ്തകം ഒരു കേരളത്തിൻ്റെ വായനാ മുറികളിൽ ഒരു വാർത്തയാകട്ടെ. ശരിക്കും ഈ പുസ്തകം ഒരുപാട് ആൾക്കാരിൽ എത്തട്ടെ. നിങ്ങളെല്ലാവരും വാങ്ങിച്ച് വായിക്കണമെന്ന് ഞാൻ പറയില്ല, വായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു വ്യാപാര പരിപാടിക്കായിട്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ വന്നു നാളിൽ സംശയം തോന്നും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എന്ന് നിങ്ങളിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ എൻ്റെ സ്ഥാപനത്തിലൂടെ തന്നെ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം. നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിലും കെ എസ് സദാനന്ദൻ എത്രയോ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നത് 1982-81 കാലത്താണ് ഞാൻ കേരളവർമ്മ കോളേജിലെ മാഷായിരുന്നത്. ആ കാലത്ത് ഉള്ള ഒരു വിദ്യാർത്ഥി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് എന്നെ ഈ അക്കാഡമിക് ഹാളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് എനിക്ക് ഒരു വാത്സല്യത്തിൻ്റെ താമര നൂല് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കാണുന്നു. അത് ഇനിയും മുറിച്ചു കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുഡ് ബൈ.